ഹലോ മക്കളെ, അപ്പോൾ നമ്മളെല്ലാവരുടെയും ഓണം വെക്കേഷനൊക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് നിങ്ങൾ സെലിബ്രേറ്റ് ഒക്കെ ചെയ്തു. ആൻഡ് എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ കുട്ടികളുടെ എല്ലാവരുടെയും ഓണം എക്സാം? അപ്പം ഇതിപ്പോൾ ചോദിക്കുന്നതുകൊണ്ട് വലിയ കാര്യമൊന്നും ഇല്ലാതെ മിസ്സിന് അറിയാം. കാരണം അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും മിസ് ഓണം എക്സാം ഒക്കെ കഴിഞ്ഞില്ലേ, ഇനി ഞങ്ങൾ കഴിഞ്ഞ കാര്യങ്ങൾ മറക്കാനാണ് ആഗ്രഹിക്കുന്നത്, മിസ് എന്തിനാണ് ഇപ്പോൾ ഇത് പറയുന്നത് എന്നുള്ളതായിരിക്കും. കാരണം നമ്മൾ എക്സാം കഴിഞ്ഞപ്പോൾ പലർക്കും പല രീതിയിലായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ നമ്മുടെ എക്സാമിനറിൻ്റെ ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ബാച്ചസിലൊക്കെ ഫസ്റ്റ് മുതൽ പഠിച്ച് നല്ലപോലെ പോയിട്ടുള്ള മക്കളാണെങ്കിൽ അവരെല്ലാവരും എനിക്ക് ഉറപ്പാണ് ഹാപ്പി ആയിട്ടായിരിക്കും എക്സാം കഴിഞ്ഞപ്പോഴും ഉണ്ടായിട്ടുണ്ടാവുക, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. ആൻഡ് രണ്ടാമത്തെ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ മിസ് ഞങ്ങൾ നല്ലപോലെ പഠിച്ചു, പക്ഷേ പഠിച്ചത് എക്സാം ടൈമിലാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു കാര്യം ലാസ്റ്റ് മിനിറ്റ് പഠിച്ചതുകൊണ്ട് മാത്രം എൻ്റെ മെമ്മറിയിൽ എനിക്ക് നിന്നില്ല എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിട്ടുള്ളവരുണ്ടാകും. ആൻഡ് വേറൊരു കാറ്റഗറി മിസ് ഞങ്ങൾ ആദ്യം മുതലേ പഠിച്ചിട്ടില്ല, എക്സാം ടൈമിലും പഠിച്ചില്ല, പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയ സമയത്ത് ഭയങ്കരമായിട്ട് സങ്കടമായി. അയ്യോ, എല്ലാവരും എക്സാം എഴുതുന്നുണ്ടല്ലോ, എനിക്ക് മാത്രം എക്സാം എഴുതാൻ നല്ലപോലെ പറ്റിയില്ലല്ലോ, എല്ലാവരും എക്സാം ഒക്കെ കഴിഞ്ഞ് ഈസി ആണെന്ന് പറയുമ്പോൾ ആ ഒരു സന്തോഷം എനിക്ക് കിട്ടിയില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച കുറേ മക്കളുണ്ടാവും, അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, എവിടെയാണ് നമുക്ക് പാളിപ്പോയത്? നമ്മളുടെ ഓണം എക്സാം നമ്മളൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ തുടക്കം മുതലേ പഠിക്കാത്തതിൻ്റെയാണ്, അല്ലേ? അപ്പോൾ ഇനി അതൊന്നും മിസ് പറഞ്ഞ് എൻ്റെ മക്കളെ ആരും മിസ് വിഷമിപ്പിക്കുന്നില്ല. പക്ഷേ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇനി വരുന്ന എക്സാമിന് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഇനി വരുന്ന എക്സാം ഏതാണ്? നമ്മുടെ ക്രിസ്മസ് എക്സാം. അപ്പോൾ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, നമ്മളെ ക്രിസ്മസ് എക്സാം നമുക്ക് ഏറ്റവും അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഈസി ആക്കാൻ വേണ്ടിയിട്ട് എക്സാം കഴിഞ്ഞ് വരുമ്പം നമ്മൾ പഠിച്ചത് മാത്രമേ മിസ് വന്നുള്ളൂ അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച ക്വസ്റ്റ്യൻസ് തന്നെ ആയിരുന്നു എന്നൊക്കെ എൻ്റെ കുട്ടികൾക്ക് പറയാൻ പറ്റണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതിന് നമ്മളുടെ എക്സാം വിന്നർ നിങ്ങളെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ എക്സാം വിന്നറിൻ്റെ പ്ലാൻസ് എന്തൊക്കെയാണ്, ഇതെല്ലാം നമ്മൾ പറഞ്ഞു തരാൻ പോകുന്നത് മൺഡേ, ഓക്കെ, തിങ്കളാഴ്ച ഈ ഒരു സമയത്ത് നടക്കുന്ന നമ്മുടെ ലൈവ് ഈവെൻറ്റിലാണ്. അപ്പോൾ എൻ്റെ കുട്ടികളെല്ലാവരും ഈ ഒരു സമയത്ത് നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കണം. വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളിപ്പം നല്ലപോലെ എക്സാം എഴുതിയ ആൾക്കാരാണെങ്കിൽ നമുക്ക് ക്രിസ്മസ് എക്സാം അതിലും തകർക്കണ്ടേ? ഇനിയിപ്പം ലാസ്റ്റ് മിനിറ്റിൽ പഠിച്ചവരാണെങ്കിൽ അത് ഫസ്റ്റ് മിനിറ്റ് മുതൽ നമുക്ക് ആക്കണ്ടേ? ഇനി ഒന്നും പഠിക്കാത്ത മക്കളാണെങ്കിൽ ഇനിയും നമുക്ക് എന്ത് ചെയ്യണം? പഠിച്ചെടുക്കണം. ഇതെല്ലാം നമുക്ക് ചെയ്യാനുള്ള സമയമാണ് ഇനി നമ്മളുടെ മുന്നിലുള്ളത്. കഴിഞ്ഞു പോയ കാര്യത്തിനെക്കുറിച്ച് ആലോചിച്ച് ഒന്നും എൻ്റെ കുട്ടികളെ വിഷമിക്കേണ്ട. ഇനിയും നമുക്ക് സമയമുണ്ട്. നമ്മുടെ ക്രിസ്മസ് എക്സാം നമുക്ക് അടിപൊളിയാക്കാനുള്ള ഫുൾ പ്ലാനുമായിട്ട് നമ്മുടെ എക്സാമിനർ വരുന്നുണ്ട്. എൻ്റെ കുട്ടികൾ എന്ത് ചെയ്താൽ മതി? ഈ ഒരു സമയമാവുന്ന സമയത്ത് നമ്മുടെ ചാനലിലേക്ക് വരിക. തിങ്കളാഴ്ചയാണ്, ഒരു കാരണവശാലും മറക്കാതിരിക്കുക. ആൻഡ് അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും, മിസ് ഇത് യൂട്യൂബിലെ കുട്ടികൾക്ക് വേണ്ടി മാത്രമാണോ? അല്ല, ബാച്ചിലെ മക്കളും തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നമ്മുടെ ലൈവ് ഇവൻറ്റിൽ ഉണ്ടാവണം. കാരണം ബാച്ചിൽ ഇനി എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടാവുന്നത്, ബാച്ചിലെ ക്ലാസ്സുകൾ ഇനി എങ്ങനെയൊക്കെയാണ്, ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ മൺഡേ നടക്കുന്ന ഈ ഒരു സമയത്ത് നടക്കുന്ന ഈവെൻറ്റിലായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ബാച്ചിലെ കുട്ടികളായിക്കോട്ടെ, യൂട്യൂബിലെ മക്കളായിക്കോട്ടെ, എല്ലാവരും ഈ ഒരു സമയത്ത് തിങ്കളാഴ്ച നമ്മുടെ ചാനലിൽ ഉണ്ടാവണം. നമ്മുടെ ക്രിസ്മസ് എക്സാം തകർക്കാനുള്ള എല്ലാ പ്ലാനും നമ്മൾ ഈ ഒരു ലൈവ് ഈവെൻറ്റിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഇത് മിസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വലിയ നഷ്ടമായിരിക്കും. കാരണം നമ്മൾ പഠിക്കേണ്ടവർ, ഇത് അറ്റൻഡ് ചെയ്തവരെല്ലാവരും നല്ല അടിപൊളിയായിട്ട് തന്നെ പഠിച്ചു പോകും, അവരെങ്ങനെയാണോ ചെയ്തത് അതേപോലെ പോകും. പക്ഷേ മിസ്സാക്കി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് ഓരോന്നോരോന്നായിട്ട് പോയിക്കൊണ്ടിരിക്കും. സോ ഇനി അങ്ങനെയൊന്നും വേണ്ട എന്നാണെങ്കിൽ എൻ്റെ കുട്ടികളെല്ലാവരും തിങ്കളാഴ്ച ഈ ഒരു ടൈമിൽ നമ്മുടെ ചാനലിലേക്ക് വരിക. നമ്മുടെ ക്രിസ്മസ് എക്സാം നമ്മൾ തകർക്കും.